സംഘടനാപരമായ തീരുമാനങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഏരിയ സമ്മേളനം ഈ പ്ലാസിക്കലിൽ നടത്തിയിട്ടുള്ളത്. പ്ലാസിക്കലിൽ നമ്മുടെ ഏരിയയിൽ സമ്മേളനം ലോക്കലിൽ ഏറ്റെടുക്കുമ്പോൾ ഇവിടെ ഈ പ്ലാസിക്കലിൽ വെച്ച് നടത്താനാണ് പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പരിമിതമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പല പ്രകാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചിത്രീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പത്രങ്ങൾ മനോരമ, മാതൃഭൂമി, കേരളകൗമുദി, ദീപിക അടക്കമുള്ള അച്ചടിപത്രങ്ങൾ, അതുപോലെ ദൃശ്യമാധ്യമങ്ങൾ, ഇവയൊക്കെ മഹാഭൂരിപക്ഷവും CPM വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും അത്തരം മാധ്യമങ്ങൾ തെറ്റായ ഒരു ബോധ നിർമ്മിതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്? അവിടെ നേതാക്കന്മാർ പ്രസംഗിക്കുക, കേട്ടവർ കൈയടിക്കുക എന്നതല്ല നടക്കുന്നത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ ഓരോ മേഖലയിലും പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവും, അതോടൊപ്പം പോരായ്മകൾ സംഭവിക്കും. ആ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുള്ളൊരു പാർട്ടിയായി CPM-നെ മാറ്റാനുള്ള തീരുമാനമാണ് സമ്മേളനങ്ങളിൽ കൈക്കൊള്ളുന്നത്. ഈ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളാണ്. CPM-കാരുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിലെമ്പാടുമുള്ള ജനങ്ങളുടെ ജീവത്തായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, അതുപോലെ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും മൂർത്തമായ പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. അക്കാലത്ത് കമ്മ്യൂണിസം എന്നുള്ള ആശയം ഉണ്ടായിരുന്നത്
അതുകൊണ്ട് മാനിഫെസ്റ്റോവിൽ മാർക്സും എംഗൽസും പറഞ്ഞു, ഈ കമ്മ്യൂണിസത്തെ ഒരു ഭൂതമായിട്ടാണ് വിരുദ്ധന്മാർ കണക്കാക്കുന്നത്. യൂറോപ്പിനെ പിടികൂടി